പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ്റെ 9-ാം തീയതി നടക്കുന്ന ഇലക്ഷൻ പ്രചരണത്തിൻ്റെ അവസാനം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നാളെയാണ് കലാശക്കൊട്ട്. ഇപ്പം തന്നെ എല്ലാവരും വളരെ ആവേശത്തിലാണ്. ജയിക്കുമെന്നേ എല്ലാവരും പറയത്തുള്ളൂ. തോക്കാൻ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും കേരളത്തിലില്ല. വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നവരെല്ലാവരും. ഇതൊക്കെ പോട്ടെ, അവർ പറഞ്ഞോട്ടെ. പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ചാനലുകാരുടെ സർവേയാണ്. എങ്ങനെ ഈ സർവേ എടുക്കും നമുക്കറിയത്തില്ല. പക്ഷേ അവരുടെ സർവേ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. പണ്ടൊക്കെ ഇത്രയും വലിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളൊന്നും നമുക്ക് ഇല്ലായിരുന്നു. സാങ്കേതികമായിട്ട് വലിയ ഇതായിട്ടുള്ളതില്ലായിരുന്നു. അപ്പം പറയും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ ചാനലുകാർ. UDFനാണ് നേരിയ മുൻതൂക്കം, എന്നാലും LDF ആയിരിക്കും ജയിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തിരിച്ചും പറയും. ഇങ്ങനെ പറയുന്ന കുറച്ച് ചാനലുകാർ. അതുപോലെ അവർ കണക്കുമൊക്കെ പറയുന്നുണ്ട്. 71, 68, 71 അല്ലെങ്കിൽ 69, 75 രണ്ട് കൂട്ടർക്ക് ഇങ്ങോട്ടേക്കിട്ട് മാറി മാറി പറയും. ഇവരുടെ ഏത് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നറിയത്തില്ല. ഇവരാരെയും ആര് ജയിച്ചാലും അടുത്ത പ്രാവശ്യം നമ്മളോട് പിണക്ക് ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അല്ലാതെ യാതൊരു ആധികാരികതയും ഈ ചാനലുകാർക്ക് അവതരിപ്പിക്കുന്ന ഈ അഭിപ്രായ സർവേയിലില്ല. ഇവർ ചുമ്മാ അതൊരു തട്ടിക്കൂട്ട് പറയുക, ഒരാധികാരികമില്ല. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ ജനങ്ങൾ ഭയങ്കര വിവരമുള്ളവരാണ് എന്ന് നമ്മൾ പറയുന്നു. വിവരമുള്ളവർ തന്നെയാണ് അവർ. ഇപ്പം ആരെങ്കിലും ഇപ്പം ചാനലുകാർ മയക്കും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നത്. കാര്യം അവർ വന്ന് ഒരാൾക്കെതിരായിട്ട് പറയാനായിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല. കടുത്ത പാർട്ടി അനുഭാവികൾ വല്ലവരേ പറയത്തുള്ളൂ. സാധാരണക്കാർ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടും. അല്ലെങ്കിൽ തന്നെ പറയുകയാണെങ്കിൽ തന്നെ അവർ പലവട്ടം ആലോചിക്കും. BJPക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ അവർ പറയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ പറയും ഞാൻ കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ളത്. അപ്പോഴാണ് ഇവിടെ സർവേ നടത്തി ഈ ഫലം നിശ്ചയിക്കുന്നത്. ഇവരെപ്പോലുള്ള പൊട്ടന്മാരായിട്ടുള്ള ചാനലുകാർ എന്തോ നമ്മൾ പറയേണ്ടത്. ഈ ചാനലുകാരുടെ ഈ ഒരു അഭ്യാസം വെറും ഒരു അഭ്യാസം മാത്രമാണ്, അല്ല ഇതിനകത്ത് യാതൊരു സത്യസന്ധതയും ഇല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.